ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കണ്ടല്ലോ എന്താണ് സാധനമെന്ന്. നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടീസ്പൂണോളം, നമ്മുടെ എത്രയാണോ നമ്മൾ എടുക്കുന്ന ചിക്കൻ അതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ എന്താണ് ഉപ്പ്. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് മസാലയ്ക്ക് വേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അത്രയും എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം, അല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റ് അതായാലും യൂസ് ചെയ്യാം. ഇതും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. നമ്മളിന്നപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ കട്ട്ലറ്റും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മുടെ ആ ചിക്കനും ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാമേ. എല്ലായിടത്തും മസാല നല്ലതുപോലെ ആവണമേ. ബോൺലെസ് ചിക്കനാണ്, ഒരു എല്ല് പോലും കാണരുത്. ഫുള്ള് ബോൺലെസ് പീസായിട്ടാണ് എടുത്തേക്കുന്നത്. ചിക്കൻ കറി വാങ്ങിക്കാനായിട്ട് മമ്മി വാങ്ങിച്ചു തന്നു, അടിച്ചു മാറ്റി ഞങ്ങൾ എടുത്തു വെച്ച സാധനമാണ്. പിന്നെ മമ്മി തന്നെ പറഞ്ഞു ഇതിൻ്റെ റെസിപ്പി മമ്മിയുടേതാണേ. മമ്മി തന്നെ പറഞ്ഞു മമ്മി റെഡിയാക്കി തരാമെന്ന്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നല്ലതുപോലെ ഈ അരപ്പെല്ലാം പുരട്ടി നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ സെറ്റാക്കി ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ്, ചെറിയ 2 ഉരുളക്കിഴങ്ങ്, അങ്ങനെ മൊത്തം 4 ഉരുളക്കിഴങ്ങ് അതെടുത്ത് നമുക്ക് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഒരു 2 വിസിലൊക്കെ കേട്ടാൽ മതിയായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ വച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതിനെ ആദ്യം മമ്മി സ്പൂൺ വെച്ച് ഉടയ്ക്കാൻ വലിയ തയ്യാറെടുപ്പുകളോട് നോക്കി, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് കൈ വെച്ച് തന്നെ കുഴയ്ക്കുകയാണ്. കൈ വെച്ച് കുഴച്ചപ്പോൾ നടന്നു. സ്പൂൺ വെച്ച് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഞാനാണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, മര്യാദ കൈ വെച്ച് കുഴച്ചാൽ പോരെ. അങ്ങനെ കൈവച്ച് കുഴച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ നഗ്നമായ സദ്യ മനസ്സിലാക്കുന്നത്. ആ വലിയ ഉരുളക്കിഴങ്ങ് വെന്തില്ലായിരുന്നു ഗൈസ്. പിന്നെ നൈസായിട്ട് ഞങ്ങളതെടുത്ത് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ളതിനെല്ലാം റെഡിയാക്കി വെച്ചേ. നല്ലതുപോലെ ഞവടി കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കനില്ലേ, ആ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമില്ല. നമുക്കൊരു നോർമലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഷാലോ ഫ്രൈ എന്ന് പറയുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെടുത്ത് വെച്ച പീസുകളെല്ലാം ഇല്ലേ, അതെല്ലാം ഇത്ര ഒരു ബ്രൗൺ കളറായാൽ മതി. ഒന്ന് തിരിച്ചുകൂടെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിനൊന്ന് തണുപ്പിക്കാൻ വെക്കണം ആദ്യം. നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ മിക്സിയിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇത് എടുത്തിട്ട് അടിച്ചെടുക്കാമേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മൾ എല്ലുള്ള പീസ് എടുക്കരുത്, എങ്കിൽ നമ്മുടെ മിക്സി കടകടോ എന്ന് അടിക്കും. അതുകൊണ്ട് എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളിത് ആദ്യം കുഴച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ക്രഷ് ചെയ്തതൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പകുതി സവാള, 2 നമ്മുടെ പച്ചമുളക്, ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് വെച്ചത് കൂടെ ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാന്നല്ല, ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് കൂടെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കാട്ടിയും വേണമായിരുന്നു മറ്റേ സാധനം. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് മൈദാമാവിൻ്റെ പൊടിയാണേ. ഗോതമ്പ് മാവ്, ഏത് മാവ് വേണമെങ്കിലും ചേർക്കാം. മൈദാമാവ് ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാണ് മൈദാമാവിൻ്റെ പൊടി തന്നെ എടുത്തത് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതും കൂടെ ഇട്ട് കുഴച്ചപ്പോഴത്തേക്കും കളറ് ചെറിയ കുറവ് പോലെ തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയുടെ ചെറിയ കുറവ് പോലെ തോന്നി. അങ്ങനെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ചുമന്ന കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മാവ് ഇടുമ്പോൾ നമുക്കൊരു പിരിപിരായിരിക്കുന്നത് പോലെ തോന്നും, പക്ഷെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവസാനം ആകുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. അങ്ങനെ ആ മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഫുൾ എല്ലാ ഏരിയയും നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് അവസാനമായിട്ട് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാമേ. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിതാണ് നമ്മുടെ കലാപരിപാടിയിലൂടെ നമ്മൾ കിടക്കുന്നത്. നമുക്ക് വേണമെന്നുള്ള നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അച്ച് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ, ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷേപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാവും ഈ മാവല്ല ഈ സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങളിതാ ഇവിടെ ഒരു ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലാണ് ഞങ്ങൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ഉരുട്ടി ഞങ്ങൾക്കൊരു പാത്രം നിറച്ച് ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉരുളകളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടെ എടുത്ത് കഴിക്കാൻ തോന്നി. പിന്നെ ഞങ്ങൾ വെച്ച് വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം കൂടെ എന്ത് ചെയ്തു, ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. ഇനി ഇതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട്, ഇത് ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു, കഴിച്ചോളാൻ വയ്യായിരുന്നു. പിന്നെ നിങ്ങൾ വെച്ച് വേണ്ട, ലാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. അങ്ങനെ നമ്മുടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്യണം കേട്ടോ, ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം എണ്ണ ഇത് മുങ്ങുന്ന രീതിയിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. നല്ല ബ്രൗൺ കളർ, നല്ല ഗോൾഡ് കളറാവും കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് റെഡിയായി വരുമ്പോൾ നല്ല മണവുമായിരുന്നേ. ആ ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ മണവും ഭയങ്കരമായിരുന്നേ. ഇതാണ്ടാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടേ. ഇത് നമുക്ക് ഒരു കട്ട്ലറ്റ് പരത്തി വെച്ചാൽ കട്ട്ലറ്റ്, ഉരുട്ടി വെച്ചാൽ ഈ ബോൾസ്, അത്രയേ ഉള്ളൂ വ്യത്യാസമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. ഉണ്ണിയപ്പം കണക്ക് തോന്നും, പക്ഷേ ഉണ്ണിയപ്പമല്ല, ഇതാണ് ചിക്കൻ ബോൾസ്, ചിക്കൻ പൊട്ടറ്റോ ബോൾസ്. അപ്പോൾ ഈ കണ്ണുരുട്ടി കാണിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്. എണ്ണിപ്പിരിച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് അതിനെ മാറ്റിയിട്ട് വേറൊരെണ്ണം എടുത്തു, വലുത് നോക്കി എടുക്കുവാണേ. അങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. ഇതൊക്കെ സാധാരണ ഈ സാധനങ്ങളൊക്കെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ, ആ ഒരു ടേസ്റ്റ് സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. മമ്മിക്ക് ഞങ്ങൾ ഒരു 100 ഉമ്മ കൊടുത്തു, കാരണം മമ്മി ഇത് ഉണ്ടാക്കി തന്നേന്. മമ്മിയാണ് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ സാധനം എന്തായാലും ഉണ്ടാക്കി നോക്കുക.